കൊല്ലത്ത് നവകേരള സദസ്സ് എത്തുമ്പോൾ വേറിട്ട പ്രതിഷേധവുമായി യുവമോർച്ച. പ്രതീകാത്മക വസ്തുക്കളുമായാണ് യുവമോർച്ച പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തിറങ്ങുന്നത്. കൊല്ലത്ത് നിന്നും മിഥുൻ മുരളി തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ. നവകേരള സദസ്സ് കൊല്ലം ജില്ലയിൽ 2ാം ദിവസത്തെ പര്യടനം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കുണ്ടറയിൽ നിന്നും അല്പസമയത്തിനുള്ളിൽ നവകേരള സദസ്സുമായി മുഖ്യമന്ത്രിയും പരിവാരങ്ങളും കൊല്ലത്തേക്ക് എത്തും. കൊല്ലത്തേക്ക് ഈ സദസ്സെത്തുമ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി യുവമോർച്ച പ്രവർത്തകരും രംഗത്തുണ്ട്. വ്യത്യസ്തമായ പ്രതിഷേധവുമായാണ് നവകേരള സദസ്സിൻ്റെ പേരിൽ നടത്തുന്ന ദൂരത്തിനെതിരെയും സംസ്ഥാന സർക്കാരിൻ്റെ ദുർഭരണത്തിനെതിരെയും യുവമോർച്ച പ്രതിഷേധിക്കുന്നത്. ചില പ്രതീകാത്മക കാര്യങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ടാണ് ഇവരുടെ പ്രതിഷേധം. ആ പ്രതിഷേധത്തെപ്പറ്റി യുവമോർച്ച ജില്ലാ അധ്യക്ഷൻ പ്രണവ് താമരക്കുളം സംസാരിക്കുന്നു. എന്താണ് ഇങ്ങനെയൊരു വ്യത്യസ്തമായ രീതിയിലുള്ള ചില പ്രതീകാത്മകമായ രീതികളൊക്കെ ഒരുക്കിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കടക്കാൻ യുവമോർച്ചയെ പ്രേരിപ്പിച്ചത്? അതായത് യുവമോർച്ച ഇത്തരത്തിലൊരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കാനുണ്ടായ കാരണം ബ്രണ്ടൻ കോളേജിലെ ഊരിപ്പിടിച്ച വാളുകൾക്കിടയിലൂടെ നടന്ന പഴയ ധീരനാണ് ഞാനെന്ന് സ്വയം അവകാശപ്പെടുന്ന ശ്രീ പിണറായി വിജയൻ ഇന്ന് ആ ധീരതയെല്ലാം മറച്ചുകൊണ്ട് സത്യത്തിൽ തികഞ്ഞൊരു ഭീരുവായിട്ടാണ് നടക്കുന്നത്. ആ പിണറായി വിജയനെ ഓർമ്മിപ്പിക്കുവാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഊരിപ്പിടിച്ച വാളുകൾ പ്രതീകാത്മകമായി നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പിണറായി വിജയൻ സർക്കാർ നടത്തുന്ന ഈ ഒരു ഈ യാത്രയിൽ നിരന്തരം ഈ യാത്രയിൽ ജനങ്ങൾക്ക് യാതൊരു ഗുണവുമില്ല. പക്ഷേ ഇതിനെതിരെ കരിങ്കൊടി കാണിക്കുന്നവരെല്ലാം തന്നെ ഡിവൈഎഫ്ഐയുടെ ജീവൻ രക്ഷാ സംഘം വന്നുകൊണ്ട് അവരെ ആക്രമിക്കുന്ന രംഗമാണ് കാണുന്നത്. ഗൺമാൻ പോലും ആക്രമിക്കുന്ന രംഗമാണ് കാണുന്നത്. അത്തരത്തിൽ ജീവൻ രക്ഷാ സംഘം ഇത്തരത്തിൽ ഞങ്ങൾ പ്രതീകാത്മകമായി നടത്തുന്ന ഈ ഒരു പ്രതിഷേധ പരിപാടിയിലേക്ക് വന്ന് ഞങ്ങളെ ജീവൻ രക്ഷയ്ക്ക് വേണ്ടി വന്നാൽ ഞങ്ങൾ കൃത്യമായ രീതിയിൽ അവർക്ക് CPR കൊടുത്തേ ഞങ്ങൾ വിടത്തോളൂ. CPR എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ജീവൻ രക്ഷയേക്കാൾ അവസാനത്തെ ഘട്ടമായിട്ടുള്ള CPR കൊടുത്ത് ഞങ്ങൾ വിടത്തോളൂ. അതേപോലെ തന്നെ വെള്ള പോലെ വിട്ടുകൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞങ്ങൾ ഇത്. അതുകൊണ്ട് വെള്ളയും കറുപ്പും എല്ലാമായിട്ടൊരു പ്രതീകാത്മകമായിട്ടുള്ളൊരു പ്രതിഷേധത്തിലാണ് ഞങ്ങൾ പോകുന്നത്. ബ്രണ്ടൻ കോളേജിലെ പഴയ ഊരിപ്പിടിച്ച വാളുകൾക്കിടയിലൂടെ നടന്ന പഴയ പിണറായി വിജയനെയാണ് ഈ നാട്ടിലുള്ള ആളുകൾ ഈ നവകേരള യാത്രയിൽ പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിലുള്ള പിണറായി വിജയൻ തെരുവിൽ ഇറങ്ങണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. യുവമോർച്ച പ്രവർത്തകരുടെ ഈ വേറിട്ട പ്രതിഷേധം എന്തിനാണെന്നുള്ള കാര്യം ജില്ലാ അധ്യക്ഷന്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാണ്. കൊല്ലത്ത് നിന്നും ക്യാമറമാൻ ഹരികൃഷ്ണൻ ഹരിപ്പാടിനൊപ്പം മിഥുൻ മുരളി.